ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ റിയാദിൽ വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആലിയ ഭട്ടിൻ്റെ ഫേമസ് ആയിട്ടുള്ള മിൽക്ക് കേക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് യുവോക്കിലൊക്കെ പോയ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന കിണ്ണ റൊട്ടി സ്റ്റീം ചെയ്തതും പിന്നെ നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് കഴിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നിയപ്പോൾ ഞാനൊരു മുസമ്പി ജ്യൂസും അടിച്ച്. പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് അലക്കിയതൊക്കെ ഒന്ന് ഇടാനുണ്ടായിരുന്നു. പിന്നെ റൂമൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുകയാണ്. കുറേ ഡ്രസ്സ് മടക്കി വെക്കാനും അങ്ങനെ കുറച്ചധികം പണികളുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പണികളിലേക്കൊക്കെ നീങ്ങി അതൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ തീർത്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പത്തിന് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ചോറ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ അതിൻ്റെ കൂടെ വഴുതനങ്ങയും ബീഫ് വീട്ടിൽ നിന്ന് കൊടുക്കുന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കുമ്പോഴത്തേനും 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഹസ്ബൻഡും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ജസ്റ്റ് യുവോക്കിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇവിടെയുള്ള ജസ്റ്റ് ഒരു സ്ട്രീറ്റ് പോലെയാണ്, നല്ല ഭംഗിയുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് കേട്ടോ അവിടെ എത്തുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ട് കേട്ടോ. റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മളവിടെ എത്തിയത്. ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മളിതാ യുവോക്കിൻ്റെ അവിടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അവിടെ ഫുള്ള് ഷോപ്സും പിന്നെ കഫേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ഏരിയയാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ രാത്രിയാവും തോറും ഇവരിങ്ങനെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ. പിന്നെ ചെറിയ ചൂടുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇവിടെ ഭയങ്കര ചൂടാണ്. പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് ആ ചൂടിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപാട് നേരം ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട വഴി കൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുപോലെ ആലിയ ഭട്ട് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് കിട്ടുന്ന ഒരു കഫേ ലെറ്റോ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ കൂടിയാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടുത്തെ ആ ലെറ്റോ കഫേയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഭയങ്കര രസമുള്ള കഫേയും പിന്നെ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മിൽക്ക് കേക്കും പിന്നെ ഒരു മൊയ്റ്റോ ആണ് കേട്ടോ ട്രൈ ചെയ്തത്. അപ്പോൾ മിൽക്ക് കേക്ക് നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഷോപ്സിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി നടന്നു. ഇതിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു വാട്ടർ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് യുവാക്കിലൊരുവിധ ഏരിയാസൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോയി. നേരെ ഇക്കാനം പിക്ക് ചെയ്തിട്ട് നമ്മൾ മാൾബ്രിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു ബിരിയാണി കഴിക്കാൻ കരുതിട്ടോ. അപ്പോൾ ഇവിടെ നല്ല ലഗൂൺ ബിരിയാണിയും പിന്നെ ബീഫും മട്ടൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേര് ലഗൂൺ ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. ഇക്ക നല്ല റിബ്സാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് സഫാസ്കാരുടെ 2 ഫ്രണ്ട്സും കൂടി നമ്മളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി വന്ന് നല്ല ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഇന്നത്തെ ദിവസം ഇത്രയാണ് കേട്ടോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.